ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 10/2023 അറ്റൻഡർ പരീക്ഷയുടെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്നലെ 66 ക്വസ്റ്റ്യൻസ് വരെയായിരുന്നു ചെയ്തിരുന്നത്. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം 8. ഓപ്ഷൻ എ 8. അന്താരാഷ്ട്ര കൊതുക് ദിനം എന്നാണ്? അന്താരാഷ്ട്ര കൊതുക് ദിനം ഓഗസ്റ്റ് 20 കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നത് അവയുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ്. കൊതുകുകളുടെ ചിറകുകൾ ഏകദേശം 500 ഹെർട്സിലും തേനീച്ചകളുടേത് ഏകദേശം 300 ഹെർട്സിലും കമ്പനം ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നതിന് കാരണം എന്താ? അവയുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നതാണ്. കൊതുകുകളുടെ ചിറകുകൾ 500 ഹെർട്സിലും തേനീച്ചകളുടേത് 300 ഹെർട്സിലുമാണ് കമ്പനം ചെയ്യുന്നത്. ഇനി കൊതുക് പരത്തുന്ന രോഗങ്ങൾ നമുക്ക് നോക്കാം. മന്ത്, ജപ്പാൻ ജ്വരം. ഇത് ഏത് കൊതുകാ പരത്തുന്നത്? ക്യൂലെക്സ് കൊതുക്. മന്തും ജപ്പാൻ ജ്വരവും പരത്തുന്നത് ക്യൂലെക്സ് കൊതുകാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ. ഇത് ഈഡിസ് കൊതുകാണ് പരത്തുന്നത്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ ഇത് പരത്തുന്നത് ഈഡിസ് കൊതുകാണ്. മലമ്പനി പരത്തുന്നത് അനോഫിലസ് കൊതുകാണ്. മലമ്പനി പരത്തുന്നത് അനോഫിലസ് കൊതുക്. 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഏത്? ബ്രോങ്കൈറ്റിസ്. ഓപ്ഷൻ ബി ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് അല്ലെ? പുകയിലയിലെ ടാറ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ മൂലം വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടി ശ്വാസകോശ വീക്കത്തിന് കാരണമാകുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. എന്താണ് ബ്രോങ്കൈറ്റിസ്? പുകയിലയിലെ ടാറ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ മൂലം വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടി ശ്വാസകോശ വീക്കത്തിന് കാരണമാകുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. അതുപോലെ പുകവലി മൂലം ഉണ്ടാകുന്ന മാരകമായ മറ്റൊരു ശ്വാസകോശ രോഗമാണ് എംഫിസിമ. ഏതാണ്? എംഫിസിമ. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നതാണ് എംഫിസിമയ്ക്ക് കാരണം. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടിയിട്ട് വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നതാണ് എന്തിന് കാരണം? എംഫിസിമയ്ക്ക് കാരണം. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഓപ്ഷൻ ഡി. ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് എന്നാ? 1948 ഏപ്രിൽ 7. 1948 ഏപ്രിൽ 7 WHO സ്ഥാപിതമാകുന്നത്. ഈ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയിലെ നിലവിലെ അംഗസംഖ്യ 194. ലോകാരോഗ്യ സംഘടനയിലെ നിലവിലെ അംഗസംഖ്യ എത്രയാണ്? 194. ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ 6 ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, ചൈനീസ്, സ്പാനിഷ്, അറബിക്. ലോകാരോഗ്യ സംഘടനയുടെ 6 ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, ചൈനീസ്, സ്പാനിഷ്, അറബിക്. ലോകാരോഗ്യ സംഘടനയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാ? നിലവിലെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ് ആണ്. ടെഡ്രോസ് അദാനോം ഗെബ്രിയോസസ്. അദ്ദേഹം എത്തോപ്യക്കാരനാണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരള്. ഓപ്ഷൻ സി കരളാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാലും കരള് തന്നെയാണ്. ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ്. ഏറ്റവും വലിയ അവയവം ചോദിച്ചാലോ? അത് ത്വക്കാണ്. ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം കരളാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി, അതുപോലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം കരൾ. ഇനി ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് ഏത്?
തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നു. അതുപോലെ ശരീരത്തിലെ പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവമാണ് ഏത്? കരള്. മനുഷ്യ ശരീരത്തിലെ പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവമാണ് കരള്. കരളിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. പക്ഷെ പിത്തരസം സംഭരിക്കുന്നത് പിത്താശയത്തിലാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. പിത്തരസം സംഭരിക്കുന്നത് പിത്താശയത്തിലാണ്. അമോണിയയെ യൂറിയ ആക്കി മാറ്റുന്ന അവയവമാണ് ഏത്? കരള്. അമോണിയയെ യൂറിയ ആക്കി മാറ്റുന്ന അവയവം കരള്. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 71ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ചലനരഹിത സന്ധി. ഇതിലേതാണ്? തലയോട്ടിയിലെ സന്ധി. തലയോട്ടിയിലെ സന്ധി ചലനരഹിത സന്ധിയാണ്. സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന സന്ധികളാണ് സൈനോവിയൽ സന്ധികൾ. സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന സന്ധികളാണ് എന്ത്? സൈനോവിയൽ സന്ധികൾ. ഏതൊക്കെയാണ് സൈനോവിയൽ സന്ധികൾ? ഗോളരസന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. ഇതെല്ലാം സൈനോവിയൽ സന്ധികളാണ്. അതില് ഗോളരസന്ധികളാണ് തോളലിലെ സന്ധിയും ഇടുപ്പലിലെ സന്ധിയും. തോളലിലെ സന്ധിയും ഇടുപ്പലിലെ സന്ധിയും ഗോളരസന്ധിയാണ്. ഇനി കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിലെ സന്ധി വിജാഗിരി സന്ധിയാണ്. കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിലെ സന്ധിയാണ് എന്ത്? വിജാഗിരി സന്ധി. കഴുത്തിലെ സന്ധി, അതുപോലെ അറ്റ്ലസിന്റെയും ആക്സിസിന്റെയും ഇടയിൽ കാണപ്പെടുന്ന സന്ധി കീലസന്ധിയാണ്. കഴുത്തിലെ സന്ധി അറ്റ്ലസിന്റെയും ആക്സിസിന്റെയും ഇടയിൽ കാണപ്പെടുന്ന സന്ധി അത് രണ്ടും കീലസന്ധിയാണ്. ഇനി തെന്നി നീങ്ങുന്ന സന്ധിയാണ് ഏതൊക്കെ? കൈക്കുഴയിലെയും കാൽക്കുഴയിലെയും സന്ധികൾ. തെന്നി നീങ്ങുന്ന സന്ധിയാണ് ഏതൊക്കെ? കൈക്കുഴയിലെയും കാൽക്കുഴയിലെയും സന്ധികൾ. അതുപോലെ പരിമിതമായ ചലനങ്ങൾ മാത്രം സാധ്യമാകുന്നവയാണ് തരുണാസ്ഥി സന്ധി. പരിമിതമായ ചലനങ്ങൾ മാത്രം സാധ്യമാകുന്നവയാണ് തരുണാസ്ഥി സന്ധി. നട്ടെല്ലിന്റെ അടുത്തടുത്ത കശേരുക്കളുടെ ഇടയിലുള്ള സന്ധി തരുണാസ്ഥി സന്ധിയാണ്. നട്ടെല്ലിന്റെ അടുത്തടുത്ത കശേരുക്കളുടെ ഇടയിലുള്ള സന്ധി ഏതാണ്? തരുണാസ്ഥി സന്ധിയാണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. ഇതിലേതാ? ഇതില് വൃക്കയാണ് വിസർജനാവയവമായിട്ടുള്ളത്. മനുഷ്യരിലെ വിസർജനാവയവങ്ങൾ ഏതൊക്കെയാണ്? ത്വക്ക്, ശ്വാസകോശം, കരൾ, വൃക്ക. ഏതൊക്കെയാണ്? ത്വക്ക്, ശ്വാസകോശം, കരൾ, വൃക്ക എന്നിവയാണ് മനുഷ്യരിലെ വിസർജനാവയവങ്ങൾ. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമാണ് വൃക്ക. മനുഷ്യരിലെ ഏറ്റവും പ്രധാന വിസർജനാവയവമാണ് ഏത്? വൃക്ക. ഇനി അമീബ സങ്കോചഫേനം വഴിയാണ് വിസർജനം നടത്തുന്നത്. അമീബ വിസർജനം നടത്തുന്നത് എങ്ങനെയാണ്? സങ്കോചഫേനം വഴി. മണ്ണിരയുടെ വിസർജനാവയവം ഏതാണ്? മണ്ണിരയുടെ വിസർജനാവയവം നെഫ്രീഡിയ. അതുപോലെ ഷഡ്പദങ്ങളുടേത് മാൽപീജിയൻ നളികകളാണ്. ഷഡ്പദങ്ങളുടെ ഏതാണ്? മാൽപീജിയൻ നളികകൾ. മത്സ്യം, തവള, ഉരഗങ്ങള്, പക്ഷികള് എന്നിവയ്ക്ക് വൃക്കയാണ്. മത്സ്യം, തവള, ഉരഗങ്ങൾ, പക്ഷികൾ ഇവയ്ക്ക് എന്താണ്? വൃക്ക. 73ാമത്തെ ചോദ്യം. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഇതില് മനുഷ്യൻ. ഓപ്ഷൻ ബി മനുഷ്യൻ. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 4. മത്സ്യത്തിന്റെ ഹൃദയത്തിന്റെ അറകൾ എത്രയാണ്? 2. മത്സ്യത്തിന് 2 ഹൃദയ അറകളാണ് ഉള്ളത്. വീനസ് ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്നത് മത്സ്യത്തിന്റെ ഹൃദയമാണ്. വീനസ് ഹൃദയം എന്നറിയപ്പെടുന്നത് മത്സ്യത്തിന്റെ ഹൃദയമാണ്. ഇനി ഉഭയജീവികൾക്കും ഉരഗങ്ങൾക്കും 3 അറകളാണ് ഹൃദയത്തിനുള്ളത്. ഉഭയജീവികൾക്കും ഉരഗങ്ങൾക്കും ഹൃദയത്തിന്റെ അറകൾ എത്രയാണ്? 3. എന്നാല് ഹൃദയത്തിന് 4 അറകളുള്ള ഏക ഉരകമാണ് മുതല. ഹൃദയത്തിന് 4 അറകളുള്ള ഏക ഉരകമാണ് മുതല.
പക്ഷികളുടെയും സസ്തനികളുടെയും ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 4. പാറ്റയുടെ ഹൃദയത്തിന്റെ അറ 13. പാറ്റയുടെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്രയാണ്? 13. മണ്ണിരയ്ക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളാണുള്ളത്. മണ്ണിരയ്ക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളാണുള്ളത്. ലോക ഹൃദയ ദിനം എന്നാണ്? ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. അടുത്ത ക്വസ്റ്റ്യൻ 74. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാ? വീണ ജോർജ്. ഓപ്ഷൻ ബി, വീണ ജോർജ്. വീണ ജോർജിന്റെ വകുപ്പുകൾ ആരോഗ്യവും വനിതാ ശിശു വികസനവും. ഏതൊക്കെയാണ് മന്ത്രി വീണ ജോർജിന്റെ വകുപ്പുകൾ? ആരോഗ്യം, വനിതാ ശിശു വികസനം. മന്ത്രി വി ശിവൻകുട്ടിയുടെ വകുപ്പുകൾ പൊതുവിദ്യാഭ്യാസവും തൊഴിലും. വി ശിവൻകുട്ടിയുടെ വകുപ്പുകളാണ് പൊതുവിദ്യാഭ്യാസവും തൊഴിലും. MP രാജേഷിന്റെ വകുപ്പുകളാണ് ഏതൊക്കെ? തദ്ദേശ സ്വയംഭരണം, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ, കോർപ്പറേഷൻ, ഗ്രാമവികസനം, അതുപോലെ എക്സൈസ്, ടൗൺ പ്ലാനിംഗ്, പ്രാദേശിക വികസന അതോറിറ്റികൾ, കില. ഇതെല്ലാം മന്ത്രി MP രാജേഷിന്റെ വകുപ്പുകളാണ്. ഒന്നുകൂടെ പറയാം: തദ്ദേശ സ്വയംഭരണം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമവികസനം, എക്സൈസ്, ടൗൺ പ്ലാനിംഗ്, പ്രാദേശിക വികസന അതോറിറ്റികൾ, അതുപോലെ കില. ഇതെല്ലാം മന്ത്രി MP രാജേഷിന്റെ വകുപ്പുകളാണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഇതില് വിറ്റാമിൻ ബി. ഓപ്ഷൻ ഡി, വിറ്റാമിൻ ബി. അതുപോലെ വിറ്റാമിൻ സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ സിയും വിറ്റാമിൻ ഡിയും. എങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ഏതൊക്കെ? വിറ്റാമിൻ എ, ഡി, ഇ, കെ. ഏതൊക്കെയാണ്? വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. ആകെ 13 വിറ്റാമിനുകളാണുള്ളത്. ഈ 13 വിറ്റാമിനുകളും അതിന്റെ ശാസ്ത്രീയ നാമം കൂടെ നമുക്ക് നോക്കാം. വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ. വിറ്റാമിൻ എ റെറ്റിനോൾ. വിറ്റാമിൻ B1 ആണ് തയാമിൻ. B1 തയാമിൻ. B2 റൈബോഫ്ലാവിൻ. B2 റൈബോഫ്ലാവിൻ. B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടും. B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. B5 ആണ് പാൻഡോതെനിക് ആസിഡ്. B5 പാൻഡോതെനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്. B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്. B12 സൈനോകൊബാലമിൻ. B12 ഏതാണ്? സൈനോകൊബാലമിൻ. വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ ടോക്കോഫിറോൾ. വൈറ്റമിൻ ഇ ഏതാണ്? ടോക്കോഫിറോൾ. വൈറ്റമിൻ കെ ആണ് ഫില്ലോക്കിനോൺ. വൈറ്റമിൻ കെ ഫില്ലോക്കിനോൺ. ഓക്കെ, 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി താലോലം. ഓപ്ഷൻ എ, താലോലം. ഇവിടെ ഒരു സാന്ത്വനം പദ്ധതി കൊടുത്തിട്ടുണ്ട്. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. ഇനി കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തില് ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് എന്ത്? അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം
ആരോഗ്യം. 77ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട്? 206. ഓപ്ഷൻ ബി 206. ഏകദേശം 300 അസ്ഥികളാണ് നവജാത ശിശുക്കളിലുള്ളത്. നവജാത ശിശുക്കളിൽ എത്ര അസ്ഥികളുണ്ട്? ഏകദേശം 300. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഏത്? ഫീമർ അഥവാ തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ അഥവാ തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്, ചെവിയിലെ അസ്ഥി അല്ലെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് എന്നിവ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യരുടെ അസ്ഥി നിർമ്മിച്ചിരിക്കുന്നത്. കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് എന്നിവ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മനുഷ്യരുടെ അസ്ഥി നിർമ്മിച്ചിരിക്കുന്നത്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമായ വസ്തുവാണ് ഏത്? കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമായ വസ്തു ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തവും കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. എന്നാൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോഹം കാൽസ്യം. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോഹം ഏതാണ്? കാൽസ്യം. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ഡി, ജീവകം ഡി അല്ലെ, കാൽസിഫെറോൾ നമ്മൾ പറഞ്ഞില്ലേ, അതാണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം. അസ്ഥികളെ കുറിച്ചുള്ള പഠനം എന്താണ്? അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. ഈ അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാ? അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ടെൻഡൻ. എന്നാൽ അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സ്നായുക്കൾ അഥവാ ലിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സ്നായുക്കൾ അഥവാ ലിഗമെന്റ്സ്. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 78. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം. തന്നിരിക്കുന്നതിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം, പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, ഹൃദയാഘാതം, അതിറോസ്ക്ലിറോസിസ് മുതലായവയാണ് ജീവിതശൈലി രോഗത്തിന് മറ്റു ഉദാഹരണങ്ങൾ. ഏതൊക്കെയാണ്? പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, ഹൃദയാഘാതം, അതിറോസ്ക്ലിറോസിസ്. ഇതെല്ലാം ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി വൈറസ് ആണ്. ഓപ്ഷൻ ബി വൈറസ്. പ്രധാന വൈറസ് രോഗങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞാലോ? ജലദോഷം, ഇൻഫ്ലുവൻസ, സാർസ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങുപനി, അഞ്ചാം പനി, യെല്ലോ ഫീവർ, കോവിഡ്, നിപ്പ, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, വസൂരി, എബോള, ജപ്പാൻ ജ്വരം, മുണ്ടിനീര്, എയ്ഡ്സ്, പോളിയോ, പേപ്പട്ടി വിഷബാധ. ഇതൊക്കെ എന്താണ്? വൈറസ് രോഗങ്ങളാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ജലദോഷം, ഇൻഫ്ലുവൻസ, സാർസ്, ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, അഞ്ചാം പനി, കുരങ്ങുപനി, യെല്ലോ ഫീവർ, കോവിഡ്, നിപ്പ, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, വസൂരി, ജപ്പാൻ ജ്വരം, മുണ്ടിനീര്, എബോള, എയ്ഡ്സ്, പോളിയോ, പേപ്പട്ടി വിഷബാധ. ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബാക്ടീരിയ ആണ്. ഓപ്ഷൻ എ ബാക്ടീരിയ. എങ്കിൽ പ്രധാന ബാക്ടീരിയ രോഗങ്ങൾ കൂടെ നോക്കാം. ഏതൊക്കെയാണ്? കോളറ, ഡിഫ്തീരിയ, കുഷ്ഠം, സിഫിലിസ്, ന്യൂമോണിയ, എലിപ്പനി. പ്രത്യേകം ശ്രദ്ധിക്കണം, എലിപ്പനി ബാക്ടീരിയ രോഗമാണ്. ടെറ്റനസ്, മെനിഞ്ചൈറ്റിസ്, ടൈഫോയിഡ്, പ്ലേഗ്, ആന്ത്രാക്സ്, ഗൊണേറിയ, ട്രക്കോമ,
വില്ലൻ ചുമ, ക്ഷയം, ബോട്ടുലിസം, ഡെർമറ്റൈറ്റിസ്, ചെങ്കണ്ണ്, ക്ലാമിഡിയാസിസ്. ഇതൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. ഒന്നുകൂടെ ബാക്ടീരിയ രോഗങ്ങൾ പറയാം. കോളറ, ഡിഫ്തീരിയ, കുഷ്ഠം, സിഫിലിസ്, ന്യൂമോണിയ, എലിപ്പനി, ടെറ്റനസ്, മെനിഞ്ചൈറ്റിസ്, ടൈഫോയിഡ്, പ്ലേഗ്, ആന്ത്രാക്സ്, ഗൊണേറിയ, ട്രക്കോമ, വില്ലൻ ചുമ, ക്ഷയം, ബോട്ടുലിസം, ഡെർമറ്റൈറ്റിസ്, ക്ലാമിഡിയാസിസ്, ചെങ്കണ്ണ്. ഇതെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ അറ്റൻഡർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തത്. അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് GK പാർട്ട്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അതിൽ ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ PDF ഫൈനൽ ആൻസർ കീയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.